attribute my success to this. I never gave or took any excuse. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ലോകപ്രസിദ്ധമായ വാക്കുകളാണിത്. സ്വന്തം ജീവിതം കൊണ്ട് നന്മയെന്തെന്ന് ലോകത്തിനെ പഠിപ്പിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിലെ ഒരു വിശിഷ്ട വനിതാ രത്നത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആദിവാസികളുടെ ഉന്നമനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നുവേണ്ട പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അത് സ്വന്തം ജീവൻ്റെ തുല്യമാണെന്ന് കരുതി ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇന്ന് പ്രസിഡൻറ്റിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശക്തിയായ 100 വനിതകളിൽ ഒന്നായി നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീമതി ഉമാപ്രേമൻ. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, ഉമാപ്രേമൻ എന്ന പേര് ഇപ്പോൾ ഒരുപക്ഷെ മലയാളികൾക്ക് എല്ലാവർക്കും അത്രയേറെ പരിചിതമാണ്. കാരണം വലിയ ആളുകളിലല്ല, ചെറിയ ആളുകളിലാണ്, സാധാരണക്കാരനിലാണ് മാഡത്തിൻ്റെ പ്രശസ്തി മുഴുവനും. ഇതിലോട്ട് നയിച്ച, എനിക്കറിയാം, ഞാൻ കേട്ടത് തമിഴ്നാട്ടിൽ ഒരു മലയാളി കുടുംബത്തിൽ ജനിച്ച് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ട് ഇങ്ങനെയൊരു രീതിയിലുള്ളൊരു ജീവിതത്തിലോട്ട് മാഡത്തിന് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനൂപ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഏറ്റവും പാവപ്പെട്ട, അല്ലെങ്കിൽ ഒരു മിൽ തൊഴിലാളിയുടെ മകളായിട്ടാണ് ജനിച്ചത്. എൻ്റെ അച്ഛൻ മില്ലിലാണ് ജോലി ചെയ്തിരുന്നത്. നാട്ടിലച്ഛന് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും 1970 ഒരു സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് മക്കളായപ്പോൾ കുറേ സ്വത്തുണ്ട്. പക്ഷെ അത് നോക്കി നടത്താനൊന്നും അച്ഛന് പറ്റാത്തതുകൊണ്ട് അച്ഛൻ കോയമ്പത്തൂരിലൊരു മില്ലിൽ ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ, ഞാൻ ജനിച്ച് എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിതം മാറ്റിവെക്കാം എന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളെയാണ്. ഏത് സമയത്തും ആർക്കും വരാം. കമ്പൗണ്ടറിൽ നിന്നാണ് വിളിക്കുക എല്ലാവരും. കമ്പൗണ്ടറാണോ എന്ന് ചോദിച്ചാൽ കമ്പൗണ്ടറൊന്നും അല്ല അച്ഛൻ. പക്ഷേ എല്ലാ മുറികളും കെട്ടും, മുറിയൊക്കെ വൃത്തിയാക്കും, പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കും, പ്രസവത്തിന് ഉള്ളവരെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. അതേപോലെ ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും, അത് നോക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളുടെ അവിടെയാണ് കൊണ്ടുവന്ന് കൊടുക്കുക എല്ലാ ഇങ്ങനെയുള്ള മെഡിസിൻസൊക്കെ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അച്ഛനാണ് കൊണ്ടുവന്ന് കൊടുക്കുക. ഇതെല്ലാം ചെയ്യും. പക്ഷെ അതിലൊക്കെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരിക്കലും ഒരു ഫോഴ്സായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു ദിവസം, എനിക്ക് ഒരു 5 വയസ്സൊക്കെ ആയപ്പോഴാണ് ആദ്യമായി അച്ഛനോട് പറയണത് ഞാനും വരാം കൂടെ എന്ന്. അച്ഛൻ്റെ കൂടെ പല ഗ്രാമങ്ങളിലും, എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നൊന്നും ബസ്സൊന്നും അത്രയില്ല. സോ ഒരു 10 കിലോമീറ്റർ നമ്മൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബസ് അവസാനിച്ചു. പിന്നെ അവിടെ കുതിരവണ്ടി നിൽക്കുന്നുണ്ടാവും. ഈ കുതിരവണ്ടിയിൽ ഇങ്ങനെ മണിയൊക്കെ കിലുക്കി നമ്മൾ അച്ഛൻ്റെ കൂടെ കയറി ഒരുപാട് ദൂരം പോയി അവിടെ ഒരു ചെറിയ വീടും പറമ്പുണ്ടാവും. അവിടെ പോകുമ്പോൾ വെള്ളസാരിയൊക്കെ കൊടുത്ത് ഭയങ്കര പ്രായമായി ഡയബറ്റിക് കൊണ്ട് കാലിലൊക്കെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉള്ള രീതിയിൽ കിടക്കുന്നുണ്ടാവും. ആ സ്ത്രീകളുടെ അടുത്ത് പോയി അച്ഛൻ ആ ജനലൊക്കെ അപ്പളാണ് തുറക്കുക. ഒരു ഭക്ഷണമൊക്കെ ഡയബറ്റിക് കൺട്രോളൊന്നും അറിയാത്ത കാലമല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കലും ശ്രദ്ധിക്കാതെയൊക്കെ ആയിരിക്കും. അതെല്ലാം ക്ലീൻ ചെയ്ത് അവരുടെ ലൈഫ് അച്ഛൻ വളരെ, അവർക്ക് അവിടുന്ന് അച്ഛൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അവർ പറയും നീ ദൈവമാണ് എന്നൊക്കെ പറയും. അത്രയ്ക്ക് നന്നായിട്ടത് കെയർ ചെയ്യും. പുഴുവൊക്കെ ഉണ്ടാവും, ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് ആ പുഴുവൊക്കെ എടുത്ത് കഴുകി. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, എനിക്ക് ഭയങ്കര അറപ്പാണ് അച്ഛാ, ഇതൊക്കെ എനിക്ക് തൊടാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് പിടിക്കല അച്ഛാ. ഞാൻ തമിഴിലിങ്ങനെ പറയുമ്പോൾ, തമിഴായിരുന്നു കുറേ അറിയാം, മലയാളം ആരും പറയും, അച്ഛനും അമ്മയും പറയും, പക്ഷെ അതെനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തമിഴ് പറയും. അങ്ങനെ എനിക്ക് പിടിക്കില്ല അച്ഛാ, ഉണ്ണയും പിടിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചു. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തൊടുക, എനിക്ക് അറപ്പാണ് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉമ്മയുടെ മുത്തശ്ശിയാണെങ്കിൽ ഉമ്മ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ നോക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയി. ഞാൻ പറഞ്ഞു ഞാൻ നോക്കും, ഞാൻ മുറി കഴുകും, ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉമ്മ മനസ്സ് വികസിക്കണം, ഉമ്മയുടെ മനസ്സ് അപ്പോഴേ മറ്റുള്ളവരെയും സ്നേഹിക്കാവുന്നൊരവസ്ഥയിൽ വന്നാൽ മാത്രമേ ഉമ്മ ഉയരം വയ്ക്കുള്ളൂ. പണ്ട് എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഞാൻ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്നും അച്ഛനോട് പറഞ്ഞു ഞാൻ എപ്പോഴാച്ചാ ഉയരം വയ്ക്കുക എന്നൊക്കെ. അച്ഛൻ പറഞ്ഞു ഇന്ന് മുതൽ മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീ ഉയരം വയ്ക്കുന്നു. എനിക്ക് എൻ്റെ 5 വയസ്സിൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഉയരം വയ്ക്കുന്നതാണ്. സോ ഞാൻ പറഞ്ഞു പിന്നെ ഇന്ന് തൊട്ട് കുറച്ച് ആൾക്കാരെ സ്നേഹിക്കുക. നേരെ വന്ന് ഒരു വടി അവിടെ ഞാൻ എൻ്റെ വീട്ടിൽ കിച്ചൻ്റെ ഭാഗത്ത് ഒരു വടിയെടുത്ത് അടിച്ചു വെച്ചു. ആ വടിയുടെ അവിടെ വന്ന് നിന്ന് നോക്കും, 4 ആളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഉയരം വയ്ക്കുമെന്നറിയാം. പക്ഷെ ഒരിക്കലും മാറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ നുണ പറയുകയാണ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നോക്കിയാൽ നീ പ്രതിഫലം നോക്കണോണ്ട് ഉയരം വയ്ക്കില്ല, കുറച്ച് സമയം എടുത്താൽ ഉയരം വയ്ക്കുന്നു. അതെനിക്ക് മനസ്സിലായത് 8 വയസ്സൊക്കെ ആയപ്പോഴേക്കും അവർ പറയും കമ്പൗണ്ടറിൻ്റെ മോള് നല്ല കുട്ടിയാണ്, വന്നു കഴിഞ്ഞാൽ മുറി കഴുകുമ്പോൾ പിടിച്ചു കൊടുക്കും. ആദ്യത്തെ ഗന്ധമൊക്കെ പോയി. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, സ്മെല്ലൊക്കെ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ സ്മെല്ലൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ളതാണ്. ആ മനസ്സിൽ നിന്ന് അവരെൻ്റെ സ്വന്തമാണ്, എൻ്റെ അമ്മമ്മയാണ്,
എൻ്റെ അച്ഛനാണ് എന്ന് തോന്നിയ സെക്കൻഡിൽ ആ മണെല്ലാം കടന്നുപോയി. എല്ലാവരെയും സ്നേഹിക്കാൻ കണ്ടു. അച്ഛൻ പറഞ്ഞു എപ്പോഴും ഉമ്മ ചിരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. അത് മറ്റുള്ളവർ പറയും പല്ലിളിച്ചുകൊണ്ടേ നടക്കുകയാണ് ഏത് സമയം. പക്ഷേ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ എങ്ങനെ ഇത് നിർത്തുക എന്ന് ചോദിച്ചു. എനിക്ക് എപ്പോഴും ചിരി വരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഉമ്മയ്ക്ക് മാത്രമുള്ള കഴിവാണ്, അതുകൊണ്ട് ഉമ്മ എപ്പോഴും ചിരിക്കണം, ഏത് ദുഃഖത്തിലും ഉമ്മ ചിരിക്കണം. എന്തുകൊണ്ട് വെച്ചാൽ ഉമ്മയുടെ ചിരി കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം ഉണ്ടാവും. ഉമ്മ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം വെച്ചാൽ കയ്യിൽ സ്നേഹവും ചിരിയും എപ്പോഴും നിലനിർത്തണം. മാഡം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ഞാൻ നമ്മൾ ചോദിച്ചൊരു കാര്യം, ആ നിരന്തരം അവസാനിക്കാത്ത ചിരി തന്നെയാണ് ഒരുപക്ഷെ മാഡത്തിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന്. അപ്പോൾ മാഡം അതിന് പറഞ്ഞ ഉത്തരം അതാണ് സത്യം പറഞ്ഞാൽ ചിരിയല്ലേ ഒരുപക്ഷെ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ചിരി ഒരു മരുന്നാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് ഈ ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ എന്നുള്ള ആ ഒരു സംഘടന, ആ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം ദുർഘടമായ പാതകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചിരിക്കാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെയാണ് അതിൻ്റെ ആ യാത്രയെക്കുറിച്ച് കൂടെ നമുക്കൊന്ന് പറയാം. ചിരിക്കാതിരിക്കാനുള്ള അവസരം ഒരുപാട് വരും. നമ്മുടെ ഒരു സത്യം എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ 27 വയസ്സിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല, 35 വയസ്സിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. എന്തോ കുറേ ആളുകൾ മാറിപ്പോയി, ജനങ്ങൾ. അതായത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഉമ്മയുടെ ബയോളജിക്കൽ നീഡ്സ് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കാവുന്ന രീതിയിൽ എൻ്റെ സഹോദരന്മാരും എൻ്റെ കൂടെയുള്ള ആളുകളും മാറിപ്പോയി. അപ്പോൾ എന്നെ സഹായിക്കുന്ന പല ആളുകളിൽ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിരി മാഞ്ഞു പോവില്ലേ? ഇവിടെ നമ്മൾ എൻ്റെ ബയോളജിക്കൽ നീഡ്സ് ആണോ ഇന്ന് കേരളത്തെയോ ഇന്ത്യയെയോ ലോകത്തെയോ ബുദ്ധിമുട്ടിക്കുന്നത്? അതല്ലല്ലോ. ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പറ്റാത്തവർ, നല്ല വിദ്യാഭ്യാസം കിട്ടാത്തവർ, നല്ല ചികിത്സ കിട്ടാത്തവർ, അല്ലെങ്കിൽ ഒരു സ്നേഹം കിട്ടാത്തവർ, ഇത്രയും ആൾക്കാർ ഓടി നടക്കുന്ന ഈ ലോകത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വലിയ കുറച്ച് പൈസയും കുറച്ച് ഇവിടെ വന്ന് ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ എങ്ങനെയും കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ പലർക്കും എന്തും ചോദിക്കാം. അതൊക്കെ നമ്മൾ ചോദിച്ചു, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോവാം എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ പറയുമ്പോഴും ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു വേദനയില്ലേ? അപ്പോൾ നമുക്ക് ചിരി മാഞ്ഞു പോകും. പക്ഷെ ഞാൻ പിന്നെ വിചാരിക്കും അദ്ദേഹത്തിന് ഉള്ള ക്വാളിറ്റി വെച്ചിട്ടാണ് ചോദിക്കുന്നത്, എനിക്കെപ്പോഴും ചിരിച്ചാലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് അതിനെക്കുറിച്ച് ബോധരാവണ്ട. ഏതൊരു സ്ത്രീയെയും ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, എന്നോട് അങ്ങനെ പറയുന്നവർ, സ്വന്തം ഭാര്യയെ ഉമാപ്രേമനായി മാറ്റാൻ പറ്റില്ല, സ്വന്തം അമ്മയെ ഉമാപ്രേമനായിട്ട് മാറ്റുമോ? പറ്റില്ല. സ്വന്തം സഹോദരിയെ മാറ്റാൻ പറ്റില്ല. പിന്നെ ഉമാപ്രേമൻ എന്ന് പറയുന്ന 20 വർഷമായിട്ട് ഇങ്ങനെ ഒരുപാട് സേവനം ചെയ്ത് സാധാരണക്കാരിയെ ജീവിക്കുന്ന എന്നെ ഒരാളുടെ കീപ്പ് എന്ന രീതിയിലേക്ക് വളരെ തരം താഴ്ന്ന് 10 മിനിറ്റ് കൊണ്ട് മാറ്റിയിട്ട് എന്താണ് ഈ സമൂഹം നേടാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇതില്ലേ ആ പോയിന്റ് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തു പോയൊരു കാര്യം. അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണ്, സ്ത്രീക്ക് ഈക്വൽ റൈറ്റ്സിൻ്റെ കാലമാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു സ്ത്രീ മുന്നിൽ നിന്ന് ഒരു കാര്യം, നല്ല കാര്യം, വലിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും പ്രതിരോധം വളരെ ശക്തമാണെന്നാണോ മാഡം പറഞ്ഞത്? തീർച്ചയായിട്ടും. ആ സ്ത്രീക്ക് ഒരു സ്ത്രീ എന്ന രീതിയിൽ മോറലിനെ കുറിച്ച് സംസാരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. സ്ത്രീക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരുന്നു, ഇപ്പോൾ ഗൾഫ് നാടുകളിലായാലും ഞാൻ ഒറ്റയ്ക്ക് വരുന്നു. ഞാൻ അതിന് ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുന്ന ഫ്ലൈറ്റ് നിറച്ച ആൾക്കാരാണ്, ഇരിക്കാനുള്ള സീറ്റ് മാത്രം തന്നെ ഉള്ളൂ. പക്ഷേ ആളുകൾ ഒറ്റയ്ക്ക്, ഒരു സ്ത്രീ ദുബായിൽ പോയ ആളുകൾ സഹായിക്കുമോ? അവിടെ ഉള്ള ആൾക്കാർ പിന്നെ എങ്ങനെ വാരിക്കോരി കൂടി ഇത്രയും പ്രൊജക്റ്റുകൾ ചെയ്യാൻ എങ്ങനെയാണ്? അപ്പോൾ ആ സ്ത്രീയുടെ മോറൽ ശരിയല്ല, അതുകൊണ്ടായിരിക്കാം ആളുകൾ സഹായിക്കുന്നത് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 50% സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് ഇത് കേൾക്കുന്നത് കേട്ടോ. ഇതിനിടയിൽ കണ്ടുമുട്ടിയ റോൾ മോഡൽസ് എന്ന് ഞാൻ വിളിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം മാഡം തന്നെ ഒരു വലിയൊരു റോൾ മോഡലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പ്രചോദനം തന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ്? അത് അവർ വലിയ വ്യക്തികളെന്നുള്ള നിലയ്ക്കല്ല, അങ്ങനെയുള്ള. ഞാൻ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ മദർ തെരേസയും ഫ്ലോറൻസ് നൈറ്റിംഗേളും വിവേകാനന്ദനൊക്കെ തലയ്ക്ക് പിടിച്ചിട്ടാണ് ഈ നോൺ ഡീറ്റെയിൽ വായിച്ച് ഇവരെ പോലെയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ്. പിന്നീട് പ്രേമേട്ടൻ മരിച്ച് ഈ സ്ഥാപനം തുടങ്ങാനുള്ള 15ാമത്തെ ദിവസത്തെ യാത്രയിൽ ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ജയലളിത മാമിനെയാണ്. അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു, അന്ന് അവർ ജയിലിലൊക്കെ പോയി 96 ജയിലിലൊക്കെ പോയി വന്ന് ഒറ്റയ്ക്കിരിക്കുക, അവരെടുത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അവരും കൂടിയുള്ള ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും പറയും ഇത്രയും ഫ്രണ്ടാണെന്ന്. അങ്ങനെയല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ ആവണം, ഏതായത് ബോൾഡ് ആവണം, അല്ലാതെ രാഷ്ട്രീയമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ബോൾഡ്നെസ് എനിക്ക് വരണം, അതെന്താ വേണ്ടതെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഭാരതി പറഞ്ഞ പോലെ നിമിർന്ന നടയും നേർക്കൊണ്ട പാർവയും.
നേരെ നടക്കുക, കണ്ണിലോട്ട് നോക്കി നടക്കുക, എല്ലാം ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യം തീർച്ചയായിട്ടും വരും. ഒരു പ്രശ്നത്തെയും പരിഹരിക്കാതെ ഇട്ടിട്ട് ഓടരുത്. അത് എന്നായാലും നിനക്ക് തന്നെ പരിഹരിക്കേണ്ടി വരും. നിന്നെ വിട്ടാൽ പ്രശ്നം പോകില്ല. സോ എല്ലാ പ്രശ്നങ്ങളും നീ ഒറ്റയ്ക്ക് തന്നെ പരിഹരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള മാനസിക നില നീ തന്നെ നേടിയെടുക്കണം. എന്നിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല, എല്ലാം ഇൻബോണാണ്. അത് നമ്മൾ തന്നെ ഓരോ സ്ത്രീക്കും, ഉമാപ്രേമൻ എന്ന് പറയുന്നത് നിനക്ക് മാത്രമല്ല, ഈ ലോകത്ത് ജനിച്ചിട്ട് എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് അവർ തിരിച്ചറിയുന്നില്ല. നീ തന്നെ തിരിച്ചറിയുക. ആ തിരിച്ചറിവിലൂടെ നിനക്ക് എന്തോ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ രാഷ്ട്രപതിയുടെ അടുത്ത് ഇന്ത്യയിലെ കരുത്തുറ്റ 100 സ്ത്രീകളിലായി ഒരു സ്ത്രീയായിട്ട് എത്തുന്നത്. മാഡം പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ നമ്മൾ തന്നെയാണ്. നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ തന്നെ റോൾ മോഡൽ. അത് എത്രമാത്രം സത്യമാണെന്ന് അവർ ജീവിതത്തിലൂടെ തെളിയിച്ച ആളാണ് മാഡം. അടുത്ത ഒരു ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മാഡം എന്തൊക്കെ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിരുന്നറിയാം. എനിക്കറിയാം 20,000 ഹാർട്ട് സർജറി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു, 2 ലക്ഷത്തോളം ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്, 700ഓളം ട്രാൻസ്പ്ലാന്റ് സർജറീസ് ചെയ്തിട്ടുണ്ട്. അക്കമില്ലാത്ത അവാർഡുകൾ ഞാൻ എണ്ണാൻ നോക്കിയപ്പോൾ എനിക്ക് എണ്ണാൻ പറ്റിയില്ല. അത്രമാത്രം അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു വനിതാരത്നത്തിന് ഞാൻ എന്തെങ്കിലും ഒരു വിശേഷണങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മാഡത്തിന് ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്തൊക്കെയാണ് കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് മാഡം ഇപ്പോൾ ചെയ്തിരുന്ന പ്രവർത്തന മേഖല എന്നൊന്ന് പറഞ്ഞാൽ അതവർക്ക്. ഞാൻ 97 ആദ്യം തുടങ്ങിയത് മെഡിക്കൽ ഇൻഫർമേഷൻ സെൻ്റർ ആയിട്ടാണ്. ഏത് രോഗത്തിന് എവിടെ ചികിത്സ കിട്ടും, ആരെയാണ് സമീപിക്കേണ്ടത്, ചികിത്സയ്ക്ക് എത്ര ചിലവ് വരും എന്ന വിവരങ്ങൾ കൊടുക്കുന്നത്. 99 നേരത്തെ അനു പറഞ്ഞ പോലെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തു. ആവശ്യക്കാരനായ ഒരു യുവാവിന് അച്ഛനും അമ്മയും ഇല്ല, ഞാൻ കൊടുത്താൽ അവൻ്റെ ജീവൻ രക്ഷപ്പെടുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കിഡ്നി കൊടുത്തു. നമുക്കൊക്കെ ദൈവമാവാനുള്ള ഒരു അവസരമില്ലേ, ഒരു സെക്കൻഡ് ഒരാളുടെ മനസ്സിൽ. നമുക്കും പലപ്പോഴും പലരും ദൈവമായിട്ട് തോന്നാറുണ്ട്. എനിക്കൊക്കെ സാലറി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഒരാൾ തരുന്ന ഡൊണേഷനൊക്കെ അയാൾ ദൈവത്തിന് തുല്യമായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ പലർക്കും ജീവിതത്തിൽ പലരും തോന്നും. അപ്പം അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. 18 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ, വേറൊരാളുടെ അവയവം കൊണ്ട്. അതിനുശേഷം എനിക്ക് കിഡ്നി പേഷ്യൻസിൻ്റെ പ്രോബ്ലംസ് നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ അവർക്കായിട്ട് ഞാൻ സബ്സിഡൈസ്ഡ് ഡയാലിസിസ് യൂണിറ്റ് 2002 2 മിഷൻ വാടകയ്ക്ക് എടുത്ത് തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായി 2002 ദുബായിൽ വരുന്നത്, ഒരു ഒക്ടോബറിൽ. എന്നിട്ട് ഇവിടെ വരുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് അറിയില്ല, സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് ഞാൻ കയറി വരുന്നത്. ഇവിടെ കുറേ മലയാളികളുണ്ടാവും, വീടുകളുണ്ടാവും, നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം. ഇവിടെ വന്ന് ഈ ബിൽഡിങ്ങൊക്കെ കണ്ട് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തിരിച്ച് ഓടിപ്പോകാൻ എന്താ ഞാൻ, എനിക്ക് പേടിയായി ഇവിടെ എങ്ങനെ ഞാൻ മലയാളിയെ കണ്ടുപിടിക്കുന്നുള്ളത്. പക്ഷേ അന്നത്തെ കൗൺസിൽ ജനറൽ ഡോക്ടർ ജോർജ് ജോസഫിനെ യാദൃശ്ചികമായി പരിചയപ്പെടാനും പുള്ളി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളായതുകൊണ്ട് ഉമാപ്രേമൻ എന്ന് പറയുന്ന ആളെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ ഇത്രയും ചെറുപ്പത്തിൽ 29 വയസ്സിൽ വൃക്ക കൊടുത്ത്, ഇങ്ങനെയൊക്കെ 27 വയസ്സിൽ ഇങ്ങനെ ഭർത്താവ് മരിച്ച് 29 വയസ്സിൽ വൃക്ക കൊടുത്ത് ഇന്നിവിടെ വന്ന് നിൽക്കുന്ന ഇവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് എല്ലാ മീഡിയയുടെ മുമ്പിൽ എന്നെ പ്രസൻറ്റ് ചെയ്തു. ആ മീഡിയാസ് എല്ലാം ഇന്ന് വരെയും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാം ഞാൻ ചെയ്യുന്ന നന്മ അവർ നേരിട്ടും അല്ലാതെയും ഒക്കെ അറിയാം അവർക്ക്. സോ അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നീട് ഇവിടെ നിന്നുള്ള ഉമാപ്രേമൻ എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കല്ല. സത്യത്തിൽ ഞാൻ ഇവിടെയുള്ള വിദേശ മലയാളികളുടെ, മിഡിൽ ഈസ്റ്റിലെ മലയാളികളുടെ റെപ്രസെൻറ്റേറ്റീവ്. അവർക്കൊരു സ്വപ്നം ഉണ്ടാവും, ഒരു നാട്ടിൽ വെള്ളമില്ല. അപ്പോൾ എന്നെ വിളിക്കും, ഒന്ന് പോയി അവിടെ നോക്കുമോ പറയും. ഞാൻ പോയി നോക്കുക, എത്ര രൂപ ചിലവ് വരും, ബോർവെൽ അടിക്കാൻ 1 ലക്ഷം രൂപ വരും, പിന്നെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, മോട്ടർ അതൊക്കെ ആയിട്ട് 1 ലക്ഷം വരും, കൊട്ടേഷനൊക്കെ അയച്ചു തന്നാൽ പറയും. എന്നാൽ ഞങ്ങളൊരു 4-5 പേര് കൂടി ആ പൈസ അയക്കാം, അത് ചെയ്തു കൊടുക്കും. ചെയ്ത ആൾ ഇന്ന ആൾ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ബൈ ശാന്തി. ആ ചെയ്ത കമ്പനിയോ അല്ലെങ്കിൽ ചെയ്ത വ്യക്തിയോ ആരാന്നുള്ളത് നമ്മൾ അതിൽ എഴുതി വെക്കും. സോ അവരുടെ സ്വപ്നങ്ങൾ അവിടെ സാക്ഷാത്കരിക്കുന്നതാണ് എൻ്റെ ഒരു പണി എന്നല്ലാതെ ഞാൻ ഇത്രമാത്രം ചെറിയ ഞാനിവിടെ വരുമ്പോൾ സ്വന്തം ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊണ്ടുവന്ന് തരുന്ന ആൾക്കാർ, അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വെയിലത്ത് നടക്കല്ലേ ഒരു കുപ്പി വെള്ളം കുടിക്കുന്നു. ഞാൻ വിളിക്കുന്ന ടാക്സിക്ക് 10 ദിർഹം ആകുമ്പോൾ, പണ്ടൊക്കെ 10-12 ദിർഹം ഉള്ളപ്പോൾ അവർ പറയും അത് വേണ്ട, ഉമാപ്രേമനല്ലേ ഞാൻ റേഡിയോയിൽ കേട്ടിട്ടുണ്ട്, TV-യിൽ കണ്ടിട്ടുണ്ട്, വേണ്ട. പിന്നെ എൻ്റെ മൊബൈലിൽ 5 ദിർഹം 10 ദിർഹം ചാർജ് ചെയ്ത് തന്നിട്ട് എന്നോട് പറയും, ഇന്ത്യയിൽ പെങ്ങളെ എനിക്ക് വലിയ പൈസ ഒന്നും തരാനില്ല, ഇതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് അവർ തരുന്ന സഹായം ഏറ്റോളൂ. ഇത്രയൊക്കെ ആരെ സ്നേഹിക്കുക. മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ മാഡം ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ തന്നെ ഈ നമ്മൾ പലപ്പോഴും പറയും ഈ ശാക്തീകരണം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് മാഡം അട്ടപ്പാടിയിലാണ്. നമ്മൾക്കറിയാം സുഖസൗകര്യങ്ങളുടെ നടുവിൽ നിന്ന് ഒരു പക്ഷേ ചാരിറ്റി ചെയ്യുന്നത് കുറേ കൂടെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറയും തൃശ്ശൂരിലാണ് ശാന്തി മെഡിക്കൽ ഇതിൻ്റെ ഓഫീസ് അവിടെയാണ്. പക്ഷേ
മാഡം ഇപ്പം 3 വർഷമായിട്ട് അട്ടപ്പാടിയിലെ ആദിവാസികൾക്കും അവർക്കും വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. 2013 സുരേഷ് ഗോപിയാണ് എന്നോട് ഇങ്ങനെ അട്ടപ്പാടിയിലേക്ക് പോകാൻ വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു നല്ല വെൽവിഷറാണ്. കുറേ വർഷമായിട്ട് 2002 തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടും. പുള്ളി പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി കുറേ കാര്യങ്ങൾ ഫിനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യും ആ പ്രൊജക്റ്റിനെ. അങ്ങനെ എന്നോട് പറഞ്ഞു, ഉമ്മയെ ഒന്ന് അട്ടപ്പാടിയിൽ പോകണം. ഞാൻ പോവില്ല എന്ന് പറഞ്ഞു സാറിനോട്. സാർ അവിടെ 5000 കോടി 500 കോടി എന്നൊക്കെ പത്രത്തിൽ വായിക്കുന്നത്. ഇത്രമാത്രം കോടികളുള്ളടുത്ത് അത്താഴം തന്നെ എനിക്ക് പൊത്തുംപിടിയാണ്. ഞാനിങ്ങനെ ഓരോരുത്തരിൽ നിന്ന് പിരിച്ചിട്ട് വേണം, ഞാൻ പോവില്ല. ഇങ്ങനെ പുള്ളി എപ്പോഴും വിളിക്കും, പോകണം, ഒന്നും ചെയ്യണ്ട, ഒന്ന് പോയി വരും. അങ്ങനെ ഫോഴ്സായപ്പോൾ ഞാൻ പോയി. ചെന്ന് കണ്ടപ്പോൾ ഒരു ഊരിൽ താഴെയൂര് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അതിൻ്റെ മുന്നിൽ ATM ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്. ആ ഊരിൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല. 10-18 വീടുകളും ഒരു ടോയ്ലറ്റും ഇല്ല, കുടിവെള്ള സൗകര്യമില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, സാർ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു, ഞാൻ അവർക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകാൻ. ഇത്രേ പുള്ളി ഉദ്ദേശിച്ചുള്ളൂ, കൊണ്ടുപോയി വിട്ടാൽ അവിടെ അങ്ങ് നിന്നോളും. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്നെ. അതുകൊണ്ട് അങ്ങനെ സുരേഷ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ 40,000 അദ്ദേഹം അക്കൗണ്ടിലിട്ട് തന്നു, ഒരു ടോയ്ലറ്റിനുള്ള പൈസ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അപ്പോൾ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെ 18 ടോയ്ലറ്റിനും 2 മണിക്കൂർ കൊണ്ട് ആളുകൾ ഓഫർ തന്നു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ടോയ്ലറ്റ് പണിതു, കുടിവെള്ള സൗകര്യം ഉണ്ടാക്കി, മാൽന്യൂട്രീഷനുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു, ബ്ലഡൊക്കെ പരിശോധിച്ചു. അങ്ങനെ അവിടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, കിഡ്നി പേഷ്യൻസൊക്കെ എപ്പോഴും ഉണ്ടാവും, വലിയ ബേർഡനാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വെച്ചാലും ഈ ട്രൈബൽ കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അതിലെനിക്ക് കുറേയും കൂടി സാറ്റിസ്ഫാക്ഷൻ ഈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയതുകൊണ്ട് ഞാൻ അട്ടപ്പാടിയിൽ തന്നെ എൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇപ്പം നമ്മളവിടെ നാപ്കിൻ ഉണ്ടാക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന ഇന്ത്യൻ നിർമ്മിതമായ നാപ്കിൻ ഉണ്ടാക്കി ട്രൈബൽസ് കുട്ടികൾക്കും അവർക്കൊക്കെ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുത്ത് അത് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. പൈസയെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉമാപ്രേമൻ ഒരു നിമിത്തമാണ്. അത് നിങ്ങൾ തുടങ്ങി വെക്കുകയാണെങ്കിൽ മാഡം തുടങ്ങി വെക്കുമ്പോൾ പിന്നീട് അതിന് തുടരാൻ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ എന്തൊരു ആഗ്രഹം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. സൊസൈറ്റിയിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളും എനിക്ക് തോന്നും ഇത് വേറൊരാളോട് പറയാം. 2 ദിവസം മുമ്പേ ഞാനിട്ടൊരു പോസ്റ്റ് പോലും അങ്ങനെയാണ്. ആ അച്ഛനും അമ്മയും 2 കുട്ടികളും മരിച്ചു പോയിട്ട് ഞാനിട്ട് ആ പോസ്റ്റ് ഇന്ന് എത്ര പേര് വിളിച്ചു, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം മാഡം, അവരുടെ കാര്യം നോക്കണം. സോ എഴുതുന്ന എഴുത്തിന് തീർച്ചയായിട്ടും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവരാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. അട്ടപ്പാടിയിലെ ഊരുകളിൽ നമ്മൾ കുടിവെള്ള സൗകര്യം, ടോയ്ലറ്റ് ഉണ്ടാക്കുക, പിന്നെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയി ഇപ്പോൾ IAS ഞാൻ 5 പേരെ ചേർത്തിട്ടുണ്ട്. അവർ എൻട്രൻസ് എക്സാം ജൂൺ 18-ാം തീയതിയാണ്. ജൂൺ 18-ാം തീയതി അവർ എൻട്രൻസ് എഴുതിയിട്ട് IAS ആവുന്നല്ല, എന്തെങ്കിലും ഒരു സർക്കാർ ജോലി അവർക്ക് കിട്ടിയാൽ അത് നമുക്കൊരു നേട്ടം തന്നെയാണ്. എനിക്ക് അട്ടപ്പാടി എന്നൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എല്ലാവരും പറയുക, എല്ലാ കാര്യവും അത് ശരിയാവില്ല, അങ്ങനെയാവില്ല, വെറുതെ ശ്രമിക്കുക. ഇവിടെയും കുറേ ആൾക്കാരുണ്ട്, അതായത് അവരൊക്കെ എന്തിനാണ് നന്നാക്കുന്നത്, അവർ കാട്ടിലാണല്ലോ ജീവിക്കുന്നത്, അവർ അതേപടി പോകട്ടെ. അവർ കാട്ടിലാണെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. അവരൊക്കെ പിടിച്ച് ടൗണിൽ കൊണ്ടുവന്നിട്ട് അവരെ താമസിപ്പിച്ച് അവർക്ക് ഒരു 10-5 ഏക്കർ കണക്കിന് കൃഷിയുള്ള ആൾക്കാരെ ടൗണിൽ 3 സെൻറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്, ഊരാക്കിയിട്ട്. അപ്പോൾ ഇവൻ്റെ സ്ഥലങ്ങളിൽ ആന കയറിയിട്ടും വെള്ളം ഒന്നുമില്ലാതെ എല്ലാം നശിച്ചു പോയിട്ട് ഇനി അവന് കൃഷി ചെയ്യാൻ തിരിച്ചു പോകാൻ പറ്റില്ല. അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ആവാസവ്യവസ്ഥ മാറ്റുകയും ചെയ്തു, അങ്ങോട്ട് എത്തിച്ചു, നമ്മുടെ എത്തിച്ചതുമില്ല. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ കിട്ടിയ ഒരു വീട് പണിയാന്ന് പറയുമ്പോൾ അപ്പോഴും ആദിവാസിക്ക് 350 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് മതി എന്നുള്ള സങ്കല്പമാണ് നമുക്ക്. അവനത് മതി. അപ്പോൾ അതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും കൂടി അപ്പോൾ ഒരു രീതിയിലും ആ കുഞ്ഞുങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ എത്തണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസത്തിൻ്റെ വളരെയധികം ശ്രമം വേണം. ഇത്തവണ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഒരുപക്ഷെ ഇവിടെയുള്ള മലയാളികൾക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മാഡം തന്നെ പറഞ്ഞ എല്ലാവരുടെയും പരിധികൾ വ്യത്യസ്തമാണ്, പക്ഷേങ്കിലും ഇവിടെയുള്ള മലയാളികൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗഭാക്കാവാനൊക്കെ സാധിക്കുക എന്നുകൂടെ പറഞ്ഞാൽ. എനിക്ക് എപ്പോഴും ഇവിടുത്തെ മലയാളികളോട് പറയാനുള്ളത്, ആദ്യം തന്നെ സ്വന്തം മക്കളെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് കാണിക്കാൻ കൊണ്ടുവരിക. അട്ടപ്പാടി പോലെ, വയനാട് പോലെയുള്ള ഇടുക്കിയിലൊക്കെ പല സ്ഥലങ്ങളും ഉണ്ട്, ഇന്ന മേഖലകളിലുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ടെന്ന് മക്കളെ കാണിച്ചു കൊടുക്കുക. ആ കാണിച്ചു കൊടുക്കുമ്പോൾ 1 രൂപ ഇവിടെ അധികം ചിലവാക്കുമ്പോഴും ആ മുഖങ്ങൾ അവർക്ക് ഓർമ്മ വരും. പാരൻസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. രണ്ടാമത് ശാന്തിക്ക് ഇപ്പോൾ വരുന്ന സ്കൂളാണ് എൻ്റെ സ്വപ്നം.
ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാന വിദ്യാഭ്യാസം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ യാചിക്കേണ്ട. അവർക്ക് ഒരുപാട് സൗജന്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് ചോദിച്ച് മേടിക്കാനുള്ളൊരു അറിവ് അവരെ എത്തിക്കുക, അവർ പൗരബോധമുള്ളവരാക്കുക, സാമൂഹ്യ ചിന്തകൾ അവരിൽ വളർത്തിയെടുക്കുക. അതിനൊക്കെ കാരണം നല്ലൊരു വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു നല്ല രീതിയിൽ എനിക്ക് എത്തിക്കണം. അതിനുള്ള ഒരു അത്യാവശ്യ സഹായമാണ് എനിക്കിവിടെ നിന്ന് കിട്ടേണ്ടത്. ഓരോ വരവിനും പലരും എന്നെ ഇവിടെ വരാൻ പറഞ്ഞ് വിളിക്കുന്നത് അവരുടെ അസോസിയേഷൻ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ഒരു പരിപാടി ഉണ്ടാവും, അതിനിവിടെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, ഉമാപ്രേമൻ്റെ അനുഭവങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതിന് ഞാൻ തീർച്ചയായിട്ടും തയ്യാറാണ്. സ്വന്തം നാട്ടിൽ ആർക്ക് എന്ത് ചെയ്യണമെങ്കിലും എല്ലാവരും എല്ലാ നാട്ടിലും ചെയ്യണമല്ലോ, അതിനൊക്കെ ഞാൻ എപ്പോഴും അവരുടെ ഒപ്പം നിൽക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരുപാട് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതല്ല കാര്യം, ആരോഗ്യമുള്ള ജനതയായി ഇരിക്കുന്നതാണ്. ഒരു ആശുപത്രിയാണ് ഒരു നാടിൻ്റെ വികസനം. ആശുപത്രി ഇല്ലാതിരിക്കുന്നതാണ് ഒരുപക്ഷെ പിന്നീട് നമ്മൾ സ്വപ്നം കാണേണ്ടത്. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ഒരു എന്താ പറയുക, അങ്ങനെ ദിവസവും ഉദ്ഘാടനം നടന്നു പോകുന്നു. വലിയ വലിയ ആൾക്കാർ വന്ന് ഇന്ന ആൾ, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആളൊക്കെ വന്ന് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ആ റേഞ്ചിലാണ് ഇപ്പം ഈ ബിസിനസ്സിൻ്റെ പോക്ക്. പക്ഷേ ഇവിടെ കഷ്ടപ്പെടുന്ന ഓരോ മലയാളിയും 60 വയസ്സ് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ രോഗിയായിട്ട് എത്തുന്നത്. ഇവിടെ വന്നിട്ട് ഒരുപാട് ആരോഗ്യം കളഞ്ഞ് കുറച്ച് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ വന്നാൽ കുറേ പൈസ അയാൾ ഉദ്ദേശിക്കുന്ന കൊടുത്തിട്ട് കുറച്ച് ആരോഗ്യം വീണ്ടും ഉണ്ടാക്കും. അൾട്ടിമേറ്റ്ലി സ്വന്തം ജീവിതം അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ ജീവിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഒരു തീരുമാനമായി നമ്മളിവിടെ ഒരു 25 വയസ്സോ 30 വയസ്സിലോ വന്നാൽ പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ അടുത്ത 3 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകും, 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോകും. അതൊക്കെ ആഗ്രഹങ്ങളാണ്, സാഹചര്യം അതല്ല. ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. ഹോട്ടലുണ്ട്, സ്വർണ്ണക്കടയുണ്ട്, ഡ്രസ്സ് മേടിക്കാൻ കടയുണ്ട്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണുള്ളത്? കുറേ ആൾക്കാർ പലിശയ്ക്ക് കൊടുക്കുന്നതും കുറേ ആൾക്കാർ കൊല്ലാൻ നടക്കുന്നതുമാണോ ബിസിനസ്? അല്ലല്ലോ. ഒരു നല്ല കമ്പനിയുണ്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റിവിറ്റി ഉള്ള എന്തെങ്കിലും ഒന്നുണ്ടോ? എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിലൊക്കെയാണ്. എന്നിട്ട് അത് തകർന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഷമിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഇപ്പം ബാംഗ്ലൂർ സിറ്റിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും, തമിഴ്നാട്ടിൽ തിരുപ്പൂരാവട്ടെ ഈറോഡാവട്ടെ ഓരോന്നിനും ഓരോ സിറ്റി, സ്റ്റീൽ സിറ്റി പറയും, സേലം, ഇങ്ങനെ പല സ്ഥലം, കോയമ്പത്തൂർ പറഞ്ഞ് നമ്മൾ നൂലിൻ്റെ ഏറ്റവും സൗത്ത് ഇന്ത്യൻ്റെ മാൻചെസ്റ്റർ എന്നൊക്കെ പറയും. നമ്മൾ എന്തു പറയും? നമുക്ക് എല്ലാം വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്, കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി, പണിക്കാരെ കിട്ടാനില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഇവിടുന്ന് തിരിച്ചു പോവാം എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാലും നമ്മുടെ ജീവിത സാഹചര്യം അങ്ങോട്ട് നമ്മളെ എത്തിക്കില്ല. അവൻ ഇവിടെയാണ് ഇനിയുള്ള കാലം തീരുമാനിച്ചു. ഇവിടുത്തെ ലൈഫിനനുസരിച്ച് നിങ്ങളെ മാറ്റുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ ബാക്കി 23 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ബാക്കി 23 മണിക്കൂർ സമൂഹത്തിന് വേണ്ടി ജീവിച്ചോളൂ. ആരും തടയില്ല, വീടിന് വേണ്ടിയോ നാടിന് വേണ്ടിയോ. ഇത് മാറ്റി വയ്ക്കാണ്ട് നമ്മൾ തിരിച്ചു പോയിട്ടുള്ള കാശ് ചിലവാക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച ആളുകൾ വരെ വിചാരിക്കുന്നത് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ. ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്ന അതിൻ്റെ മുന്നിൽ പലപ്പോഴും സ്വന്തം ഭർത്താവോ സ്വന്തം മകളോ സ്വന്തം ഭാര്യയോ സ്വന്തം ഭർത്താവോ ആര് വേണമെങ്കിൽ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതൊരു സോഷ്യൽ ഇക്കണോമിക് ബർഡനാണ്. ഒരിക്കലും ചികിത്സ കൊണ്ട് തിരിച്ച് എടുക്കാൻ പറ്റില്ല. പക്ഷേ അത്രമാത്രം പൈസ വേണം ഒരു ഡയാലിസിസും. അതുമനുബന്ധിച്ച് ആഴ്ചയിൽ 3 പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യണം, റൊട്ടീനായിട്ട് ചെയ്യണം, എത്രയോ വർഷങ്ങൾ ചെയ്യണം, മരിക്കുന്നവരെ ചെയ്യണം. ഇടയ്ക്ക് ഒരു കാർഡിയക് ഫെയിലിയർ വന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം, യൂറിൻ പ്രശ്നം വന്നാൽ അഡ്മിറ്റ് ചെയ്യണം, വെള്ളം കൂടിയാൽ അഡ്മിറ്റ് ചെയ്യണം, ഒരു വയറിളക്കം വന്നാൽ അഡ്മിറ്റ് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ രോഗിയായിരിക്കുമ്പോൾ ഈ ആളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് മാഡം പറയുന്നത് സത്യം പറയണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അവസാനം എത്തി നിൽക്കുമ്പോൾ ഉമാപ്രേമൻ പറയുന്നത് നമുക്ക് വേണ്ടത് ആശുപത്രികളല്ല, നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. എൻ്റെ ആരോഗ്യമാണ് എൻ്റെ സമ്പത്ത് എന്ന് ആദ്യം മനസ്സിലാക്കണം. എൻ്റെ ബാങ്ക് ബാലൻസും ഞാൻ ഉണ്ടാക്കി വെച്ച സിമെൻറ്റും കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു വാർത്ത വെച്ചിട്ട് ഇതാണ് വീട് എന്ന് പറയുന്നുണ്ടല്ലോ. ആ വീട് എന്ന് പറയുന്നത് അവരൊക്കെ എവിടെയാണ്? ഇവിടെ വാടകയ്ക്കാണ്. അത് ഭയങ്കര സങ്കടമല്ലേ? അവർ ഷെയറിങ്ങിൽ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി നിന്നിട്ട് അവിടെ 2000-3000 സ്ക്വയർ ഫീറ്റിന് വീട് പണിതിട്ടിട്ട് ആ ജീവനാന്തി ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടി കുട്ടികൾക്കൊന്ന് കളിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ മണ്ണ് മക്കൾക്ക് കൊടുത്താണ് പോകുന്നത് മിക്കവാറും ആൾക്കാർ. അതിൽ പോയി മക്കൾ അതിട്ടിട്ട് അവരും ഇതുപോലെ വേറെ ആർക്കോ വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജീവിക്കാൻ മറക്കുന്നു. അതിൽ വലിയൊരു വിഷമമുണ്ട് എനിക്ക്. സംഭവം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഒക്കെ നല്ലത്, ആരോഗ്യത്തോടു കൂടി വരിക. ഒരുപാട് ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. നിങ്ങളെല്ലാം ആരോഗ്യമൊക്കെ കളഞ്ഞിട്ട് രോഗികളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു തരും? കാരുണ്യം നിങ്ങൾക്ക് കിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ
NRI ആണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായം തരാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധി നിങ്ങൾക്ക് തരാൻ പറ്റില്ല. NRI എന്നുള്ളൊരു പട്ടം കൂടി നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടുന്ന് വേണം പിരിക്കാൻ. അവരും പിരിച്ച് എക്സ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞങ്ങൾ പിരിക്കുക, ഞങ്ങളിപ്പോൾ പിരിച്ചു, ഞങ്ങളിപ്പോൾ അയച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ ഇതിനേക്കാളൊക്കെ നല്ലത് ആരോഗ്യമായിട്ട് ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചൂടെ? തീർച്ചയായിട്ടും. ജീവിതം എവിടേക്കാണ് ചിട്ടപ്പെടുത്തേണ്ടത്? സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചേ പറ്റുള്ളൂ. 20,000 സർജറിക്കും 700 ട്രാൻസ്പ്ലാന്റിനും അപ്പുറം മാഡം പറയുന്നത് ഈ ജനത ആഗ്രഹിക്കേണ്ടത് കൂടുതൽ ആശുപത്രികളോ കൂടുതൽ ഡയാലിസിസ് സെൻ്ററുകളോ സൃഷ്ടിക്കാനല്ല, മറിച്ച് ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനാണ്. പൗരബോധമുള്ള, ആരോഗ്യബോധമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആരോഗ്യം നിലനിർത്തുന്നതാണ് കൂടുതൽ എളുപ്പം, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നതല്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി ഞങ്ങളോട് കൂടെ സഹകരിച്ചതിന്.